പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പഞ്ചകോശ ശരീരവും ആരോഗ്യവും എന്നുള്ളതാണ്. ആരോഗ്യമെന്നാൽ രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് അർത്ഥമാക്കേണ്ടത്. തണ്ടും തടിയും ഉണ്ട് എന്ന് കരുതി ഒരുവൻ ആരോഗ്യവാനാകണമെന്നില്ല. അതുപോലെ മെലിഞ്ഞിരിക്കുന്നു എന്ന് കരുതി ഒരാൾ ആരോഗ്യവാനല്ല എന്ന് കരുതുവാനും ആവില്ല. രോഗമില്ലാത്ത അവസ്ഥയ്ക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത്. രോഗത്തിന് കാരണം എന്താണ്? നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, രോഗത്തിന് കാരണം ഭോഗമാണ്. ഭോഗം എന്നാൽ നിയന്ത്രണമില്ലാതെ ഭൗതിക സുഖഭോഗങ്ങളിൽ മുഴുകുക എന്നർത്ഥം. ഇന്ദ്രിയ ചോദനകൾക്ക് വഴിപ്പെട്ട് അവയാൽ നിയന്ത്രിക്കപ്പെട്ട് നയിക്കുന്ന ജീവിതം, അത് രോഗകാരണമാകുന്നു. ഇനി ഈ ഭോഗത്തിന് എന്താണ് കാരണം? ഇങ്ങനെ ഈ സുഖഭോഗങ്ങളിൽ മുഴുകുവാൻ എന്താണ് കാരണം? ഭോഗത്തിന് കാരണം രാഗമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. രാഗം എന്താണ്? രാഗം ഭൗതിക വിഷയങ്ങളോടുള്ള ആസക്തി, ആഗ്രഹം, മോഹം, ഇഷ്ടം. ഇതിനാണ് രാഗം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ രാഗം അഥവാ സുഖലോലുപതയോടുള്ള മോഹം ക്രമേണ ഭോഗത്തിലേക്കും അവിടെ നിന്നും രോഗത്തിലേക്കും നയിക്കുന്നു. ഇതാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനി ഈ രാഗമുണ്ടാവാൻ എന്താണ് കാരണം? ഈ ഭൗതിക സുഖഭോഗങ്ങൾ ആസ്വദിക്കണം അല്ലെങ്കിൽ മുഴുകണമെന്നുള്ള ആ ഒരു ആഗ്രഹം തോന്നാൻ എന്താണ് കാരണം? ഈ രാഗമുണ്ടാകാൻ കാരണം അജ്ഞാനം, അറിവില്ലായ്മ എന്നാണ് ആചാര്യൻ പറയുന്നത്. അതായത് ഭൗതിക സുഖമാണ് യഥാർത്ഥ സുഖം എന്ന തെറ്റായ ധാരണ. അതുപോലെ ആന്തരികമായ യഥാർത്ഥമായ ആനന്ദത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതാണ് അജ്ഞാനം. ശരിയായ ജ്ഞാനം, അതായത് ഭൗതിക സുഖമല്ല യഥാർത്ഥ സുഖം എന്നുള്ള അറിവ് രാഗത്തെ അഥവാ വിഷയാസക്തിയെ കുറയ്ക്കുന്നു. വിഷയാസക്തി കുറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലാകുന്നു. അപ്പോൾ ഭോഗങ്ങൾ കുറയുന്നു. ഭോഗങ്ങൾ കുറയുമ്പോൾ രോഗങ്ങളും കുറയുന്നു. ആരോഗ്യം പുഷ്ടി പ്രാപിക്കുന്നു. ഈ അറിവ് ലഭിച്ചവർ ഒരിക്കലും രാഗത്തിനടിമയാകില്ല. ഭോഗങ്ങൾ അനുഭവിക്കുമെങ്കിലും അതിന് കീഴ്പ്പെടില്ല. ഇന്ദ്രിയങ്ങൾ അയാളുടെ നിയന്ത്രണത്തിലായിരിക്കും. അമിതമായ ലൗകിക ഭോഗാസക്തിക്ക് വശംവദനാകാത്തതിനാൽ അയാളെ രോഗവും ബാധിക്കില്ല. അപ്പോൾ ഭോഗങ്ങളൊന്നും അനുഭവിക്കരുത് എന്നാണോ? അല്ല, എന്നതിന് അർത്ഥമില്ല. നിയന്ത്രണം വേണം. രാമായണം അയോധ്യാകാന്ഡത്തിൽ ഗുഹസംഗമ സമയത്ത് ഉള്ള വാക്യം ശ്രദ്ധിക്കുക. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. ഇത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. ഭോഗത്തിൻ്റെ പിന്നാലെ പായരുത്. ഈ സുഖഭോഗങ്ങളുടെ ഭൗതിക സുഖഭോഗങ്ങളുടെ പിന്നാലെ പായേണ്ട ആവശ്യമില്ല. എന്നാലോ വിധികൃതമായിട്ട് നമുക്ക് വന്നു ചേരുന്ന സുഖഭോഗങ്ങൾ അത് വർജിക്കുകയും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിയന്ത്രിതമായിരിക്കണം എന്നർത്ഥം. അങ്ങനെയുള്ളവരെ ഈ രോഗവും ബാധിക്കുകയില്ല. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ് വേദവാക്യം. കർമ്മങ്ങൾ ശരിയാവണ്ണം അനുഷ്ഠിക്കണമെങ്കിൽ, നമ്മുടെ ജീവിത ലക്ഷ്യം നേടണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരം വേണം. മനുഷ്യജന്മം അഥവാ മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യം നേടുവാനാണ്. നമ്മൾ വാഴക്കൃഷി ചെയ്യാറുണ്ട്. വാഴ നടുന്നത് എന്തിനാണ്? അതിൻ്റെ ഫലം, വാഴപ്പഴം,
അഥവാ കായ അത് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നാം വാഴക്കൂമ്പ് കറി വയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്, വാഴയില വെട്ടിയെടുക്കാറുണ്ട് ഭക്ഷണം വിളമ്പാൻ, വാഴപ്പിണ്ടി ഉപയോഗിക്കാറുണ്ട് കറി വയ്ക്കാൻ. ഇവയെല്ലാം ചെയ്യുമെങ്കിലും ഇവയ്ക്കായിട്ടല്ല നമ്മൾ വാഴ നടുന്നത്, വാഴപ്പഴം ലഭിക്കുവാൻ തന്നെയായിട്ടാണ്. അതോടൊപ്പം മറ്റ് ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതുപോലെ ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യം നേടുവാനാണ് ഈ മനുഷ്യജന്മം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ വിദ്യാഭ്യാസം നേടും, വിവാഹം കഴിക്കും, ഉദ്യോഗം നോക്കും, വീട് വയ്ക്കും, അതുപോലെ കുട്ടികളെ സംരക്ഷിക്കും. എങ്കിലും മുഖ്യമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. ഭൗതികതയാകുന്ന വെള്ളത്തിലൂടെ ശരീരമാകുന്ന വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ വള്ളത്തിൽ സുഷിരങ്ങൾ വീഴാൻ പാടില്ല. ഭൗതികമാകുന്ന ഈ ജലം അതാണ് സംസാരസാഗരം. അതിൽ നമ്മൾ ശരീരമാകുന്ന തോണിയിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ ശരീരമാകുന്ന തോണിയിൽ സുഷിരങ്ങൾ വീഴാൻ പാടില്ല. എന്താണ് ഈ സുഷിരങ്ങൾ? അനിയന്ത്രിതമായ ഇന്ദ്രിയ ചോദനകൾ. ആ സുഷിരങ്ങളുണ്ടായാൽ അതുവഴി ഭൗതികതയാകുന്ന വെള്ളം ഈ ശരീരമാകുന്ന വള്ളത്തിനുള്ളിൽ കയറി അതിനെ മുക്കിക്കളയും, അഥവാ ശരീരത്തെ നശിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ലക്ഷ്യത്തിൽ എത്താൻ കഴിയാതെ വരും. ശരീരം എന്നാൽ ദേഹം മാത്രമല്ല, ഈ ഭൗതിക ദേഹം മാത്രമല്ല. അതിന് 3 ഭാവങ്ങളുണ്ട്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അതുപോലെ 5 മേഖലകളുണ്ട്: ഭൗതികദേഹം, പ്രാണൻ, ബുദ്ധി, മനസ്സ്, ഗുണങ്ങൾ. ഈ 5 മേഖലകളെ പഞ്ചകോശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഈ ബാഹ്യശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഗുണങ്ങൾ എന്നീ 5 മേഖലകളുടെയും അഥവാ പഞ്ചകോശങ്ങളുടെയും ശുദ്ധിയും ശക്തിയും പോഷിപ്പിക്കണം. എങ്കിൽ മാത്രമേ ശരീരം ആരോഗ്യമുള്ളതാണ് എന്ന് നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ പഞ്ചകോശ ശരീരം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പഞ്ചകോശ നിർമ്മിതമാണ് ശരീരം. അതായത് ശരീരത്തിന് 5 മേഖലകൾ ഉണ്ട്. ഒരു താമരമുട്ടിൻ്റെ ഇതളുകൾ ഒന്നിനു മുകളിൽ ഒന്നായി എപ്രകാരം അടുക്കി വച്ചിരിക്കുന്നുവോ അപ്രകാരം ഈ 5 കോശങ്ങൾ 5 ആവരണങ്ങളായി അഥവാ 5 പാളികളായി നിലകൊള്ളുന്നു. ഇതൊരു സങ്കല്പമാണ് കേട്ടോ. ഈ 5 പാളികൾക്കുള്ളിലായി അതിന് നടുവിലായിട്ടാണ് ജീവാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ 5 പാളികളെ വിളിക്കുന്ന പേരാണ് അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഇതാണ് ഈ 5 കോശങ്ങൾ അഥവാ ശരീരത്തിൻ്റെ 5 മേഖലകൾ അഥവാ ഈ സാങ്കല്പിക താമരമുട്ടിൻ്റെ 5 ഇതളുകൾ, അടുക്കുകൾ അഥവാ ആവരണങ്ങൾ ഈ 5 എണ്ണമാണ്. ഇതിനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് അന്നമയകോശം? ആഹാരത്തിലൂടെ, അതായത് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടത്, ആഹാരത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, അന്നത്തിലൂടെ പുഷ്ടി പ്രാപിച്ച് വളരുന്ന നമ്മുടെ ഭൗതിക ശരീരമാണ് അഥവാ സ്ഥൂല ശരീരമാണ് അന്നമയകോശം എന്ന് പറയുന്നത്. അന്നത്തിലൂടെ പുഷ്ടി പ്രാപിച്ച് വളരുന്ന ഭൗതിക ശരീരം. ഈ സ്ഥൂല ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ ഈ സ്ഥൂല ശരീരം. അതായത് നമ്മുടെ പുറമേ കാണുന്ന ഈ ഭൗതിക രൂപം, നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും കഴിയുന്ന നമ്മുടെ ഭൗതിക രൂപം. അതാണ് അന്നമയകോശം എന്ന് പറയുന്ന ഏറ്റവും പുറമേയുള്ള ആവരണം.
അടുത്തത് പ്രാണമയ കോശം. ഭൗതിക ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന എന്നാൽ അദൃശ്യമായ പഞ്ചപ്രാണനുകൾ അഥവാ 5 തരം വായുക്കൾ ചേരുന്നതാണ് പ്രാണമയ കോശം. നമ്മുടെ ശരീരത്തിൽ വായുക്കളുണ്ട്, 5 തരം വായുക്കളുണ്ട്. അതിന് പഞ്ചപ്രാണനുകൾ എന്നാണ് പറയുന്നത്. ഈ പഞ്ചപ്രാണനുകൾ ചേരുന്നതിനാണ് പ്രാണമയ കോശം എന്ന് പറയുന്നത്. ഇനി 5 പ്രാണൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അതിൻ്റെ പേര് പ്രാണൻ എന്ന് തന്നെയാണ്, പ്രാണവായു. മറ്റൊന്ന് അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ഇവയാണ് നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചപ്രാണനുകൾ. ഈ പ്രാണനുകളാണ്, ഈ വായുക്കളാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്നത്. ജീവനെ നിലനിർത്തുന്ന ജീവശക്തികളാണ് ഈ 5 വായുക്കൾ. അതല്ലേ, പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശവമായി മാറും. അപ്പോൾ ഈ 5 പ്രാണനുകൾ ഉൾക്കൊള്ളുന്ന ആ കോശത്തിനെയാണ്, ആ ആവരണത്തെയാണ് പ്രാണമയ കോശം എന്ന് പറയുന്നത്. ഇനി ഈ പ്രാണൻ ഓരോന്നും, ഈ പ്രാണമയ കോശത്തിലുള്ള ഈ വായുക്കൾ ഓരോന്നിൻ്റെയും പ്രാധാന്യം നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രാണൻ, ഈ പ്രാണവായു. അത് കഴുത്തിന് താഴെ മുതൽ നെഞ്ച് വരെ, കഴുത്തിന് താഴെ മുതൽ നെഞ്ചു വരെ മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുന്ന ഊർജപ്രവാഹമാണ് പ്രാണൻ എന്ന് പറയുന്നത്. അത് ശ്വാസോച്ഛ്വാസത്തെയും ശ്വാസകോശം, ഹൃദയമിടിപ്പ് ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ പ്രാണവായുവാണ്. ഓക്സിജൻ സ്വീകരിക്കുന്നതും കാർബൺ ഡൈഓക്സൈഡ് പുറത്തുവിടുന്നതും അതുവഴിയുള്ള നമ്മുടെ ആ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നത് ഈ പ്രാണൻ എന്ന് പറയുന്ന വായുവാണ്. ഹൃദയത്തിൻ്റെ മിടിപ്പ്, അതിൻ്റെ ടൈമിംഗ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ പ്രാണൻ എന്ന് പറയുന്ന വായുവാണ്. അതാണ് പ്രാണൻ. അടുത്തത് സമാനൻ. സമാനൻ നെഞ്ചിന് താഴെയായി, അതായത് നമ്മുടെ ലങ്സും ഹാർട്ടും ഒക്കെ ഇരിക്കുന്ന അവിടെ ഒരു ഡയഫ്രം എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതിന് താഴെയായിട്ട്, അതിന് താഴോട്ട്, ആ നെഞ്ചിന് താഴെ വയറിൻ്റെ ഭാഗത്ത് നാഭി വരെ, അതായത് നമ്മൾ പൊക്കിൾക്കൊടി വരെ ഉള്ള ഭാഗം, നെഞ്ചിന് താഴെ പൊക്കിൾക്കൊടി വരെയുള്ള ഭാഗത്ത് ഒരു സർപ്പിൾ ആകൃതിയിൽ, അതായത് ഒരു സ്പ്രിങ്ങിൻ്റെ ആകൃതിയിൽ, സ്പ്രിങ്ങിൻ്റെ ആകൃതിയിൽ സഞ്ചരിക്കുന്ന, വൃത്താകാരത്തിൽ സ്പ്രിങ്ങിൻ്റെ ആകൃതിയിൽ സഞ്ചരിക്കുന്ന വായു, ഒരു ഊർജപ്രവാഹം. അതിങ്ങനെ ആ വയറിൻ്റെ മധ്യത്തിൽ നിന്നും വശങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ഊർജമാണ് സമാനൻ എന്ന് പറയുന്ന പ്രാണൻ. ഈ സമാനൻ എന്ന് പറയുന്ന പ്രാണൻ, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ദഹനരസങ്ങൾ, ദഹനപ്രക്രിയയുടെ തുടക്കം, പോഷക സ്വീകരണം, രക്തചംക്രമണം, രക്തശുദ്ധീകരണം, ഇവയൊക്കെയാണ് സമാനൻ്റെ ധർമ്മങ്ങൾ. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വൃക്കകൾ, കരൾ, പാൻക്രിയാസ്, ആമാശയം, ഇവയുടെ എല്ലാം ഈ മൂവ്മെൻറ്റ്സ്, നിയന്ത്രണം, ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ സമാനൻ എന്ന് പറയുന്ന പ്രാണനാണ്. അടുത്ത അപാനൻ, അപാനവായു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് നാഭിയിൽ നിന്ന് താഴോട്ട് മൂലാധാരം വരെ, നാഭിയിൽ നിന്ന് താഴോട്ട് അടിവയർ ഭാഗത്ത്, അടിവയർ എന്ന് നമ്മൾ പറയുന്ന ആ ഭാഗത്ത്, നമ്മുടെ കുടലും വൻകുടൽ, ചെറുകുടൽ ഒക്കെയുള്ള ആ ഭാഗത്ത്, അതവിടെ നിന്ന് കാലുകളിലൂടെ താഴോട്ട് വരെയും പ്രവഹിക്കും. അപ്പോൾ ആ ഭാഗത്ത് ഇവിടെ നീങ്ങുന്ന, താഴോട്ടായിട്ട് നീങ്ങുന്ന ഊർജമാണ്, അഥവാ വായുപ്രവാഹമാണ് അപാനൻ എന്ന് പറയുന്നത്. കുടൽ, വൻകുടലും ചെറുകുടലും അതിൻ്റെ ബൗവൽ മൂവ്മെൻറ്റ് എന്ന് പറയും. പെരിസ്റ്റാൾസിസ് മോഡലിലാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കുടലിലൂടെ നീങ്ങുന്നത്. ആ ബൗവൽ മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത് ഈ അപാനവായുവാണ്. അപ്പോൾ അതിനെന്തെങ്കിലും തടസ്സമുണ്ടായാൽ നമ്മുടെ ബൗവൽ മൂവ്മെൻറ്റിനെ എല്ലാം അത് ബാധിക്കും.
അതുപോലെ പ്രത്യുൽപാദനം, അണ്ഡോൽപാദനം, ബീജോൽപാദനം, അത്തരമുള്ള പ്രത്യുൽപാദന അവയവങ്ങൾ, അതുപോലെ തന്നെ വിസർജനം, ഇവയെ ഒക്കെ നിയന്ത്രിക്കുന്ന, ഈ ശരീരധർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് അപാനവായുവാണ്. നമ്മുടെ മലാശയം, മൂത്രാശയം, ഗർഭാശയം, അണ്ഡാശയം, ഇങ്ങനെയുള്ള ഈ ഭാഗത്തുള്ള പ്രത്യുൽപാദനപരവും വിസർജനപരവുമായ എല്ലാ ശരീരധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ അപാനവായുവാണ്. അതാണ് ആ വായുവിന് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ആണ് നമുക്ക് വായുക്ഷോഭം ഉണ്ടാവുക എന്ന് പറയും. നമ്മുടെ മലശോധനയും മൂത്രശോധനയും എല്ലാം ബാധിക്കും. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതാണ് ഈ അപാനൻ എന്ന് പറയുന്ന പ്രാണൻ. അടുത്തത് ഉദാനൻ. കഴുത്ത് മുതൽ മുകളിലേക്കുള്ള ഊർജ്ജപ്രവാഹമാണ് ഉദാനൻ. കഴുത്ത് മുതൽ മുകളിലേക്ക്, അതായത് നമ്മുടെ സംസാരശേഷി, അതായത് വിനിമയം, നമ്മൾ ആശയവിനിമയം നടത്തുവാനുള്ള നമ്മൾ വാക്കുകൾ, ശബ്ദം ഉപയോഗിക്കുന്നത്, ആ സംസാരശേഷിയെ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി എന്നീ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. മസ്തിഷ്കം, ഇവയുടെയെല്ലാം നിയന്ത്രണം ഈ ഉദാനൻ എന്ന് പറയുന്ന ഈ പ്രാണനാണ്. നമ്മുടെ ചിന്തകൾ, ബോധം, ഇവയുടെയൊക്കെ നിയന്ത്രണം, ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ, പോസ്ചർ, നേരെ നിൽക്കാനുള്ള നമ്മുടെ കഴിവ്, അതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഉദാനൻ എന്ന് പറയുന്ന വായുവാണ്. അടുത്തത് വ്യാനൻ. അഞ്ചാമത്തെ പ്രാണനാണ് വ്യാനൻ. ശരീരം മുഴുവനും വ്യാപിക്കുന്ന ഊർജ്ജപ്രവാഹമാണ്, വായുപ്രവാഹമാണ് വ്യാനൻ എന്ന് പറയുന്നത്. അതായത് നാഡീവ്യവസ്ഥ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലുന്നതാണ് നാഡികൾ. ആ നാഡീവ്യവസ്ഥ, രക്തചംക്രമണം, പോഷക വിതരണം, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, ത്വക്കിൻ്റെ സ്പർശനശക്തി, ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് വ്യാനവായുവാണ്. വ്യാനൻ എന്ന് പറയുന്ന പ്രാണനാണ്. ഇങ്ങനെയുള്ള 5 പ്രാണനുകൾ അടങ്ങിയ പ്രാണമയ കോശം, അതാണ് രണ്ടാമത്തെ ഈ ആവരണം, പ്രാണമയ കോശം. മൂന്നാമത്തേത് മനോമയ കോശം. മനോമയം എന്ന് പറയുമ്പോൾ പറയാം മനസ്സ്, നമ്മുടെ മനസ്സ്. അതിന് അങ്ങനെ ഒരു സംഗതി നമുക്കുണ്ട്, പക്ഷേ നമുക്കതിനെ തൊടാനോ കാണാനോ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് മനോമയ കോശം. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വിവേചനാശക്തി, ബോധം, ഉപബോധം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ബോധമുണ്ട്. ഒരു പകുതി ഉറക്കത്തിലാവുമ്പോൾ നമുക്ക് ഉപബോധമാണ്, നേരമാണ് സ്വപ്നങ്ങളെല്ലാം കാണുന്നത്. പിന്നെ അബോധമായ അവസ്ഥ, അതിനെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയും. ജാഗ്രത ആയിരിക്കുക, ബോധത്തോടെ ഇരിക്കുക. അവിടെ നിന്നും ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഉപബോധ മനസ്സ് മാത്രമാകും, ബോധമനസ്സ് ഉറങ്ങും. ഉപബോധ മനസ്സ്, ആ സമയത്താണ് നമ്മൾ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്, ആണ് സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥ. അവിടുന്ന് സുഷുപ്തി, ദീർഘമായ ഗാഠമായ നിദ്ര, അത് അബോധാവസ്ഥയാണ് ശരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈ മനസ്സ് ഉൾക്കൊള്ളുന്ന ആ കോശമാണ്, മനസ്സ് എന്ന് പറയുന്ന ആ ഭാഗമാണ് മനോമയ കോശം എന്ന് പറയുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ള പഞ്ചഭൂതങ്ങൾ, ഇവയ്ക്കെല്ലാം ഒരു സൂക്ഷ്മഭാവങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, ഇതെല്ലാം ബാഹ്യമായി നമ്മൾ കാണുന്നതാണ്. പക്ഷേ അതിനൊരു സൂക്ഷ്മഭാവമുണ്ട്. അതിന് പഞ്ചതന്മാത്രകൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളുടെയും, ആകാശം, ഭൂമി, വായു, ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെയും സൂക്ഷ്മഭാവങ്ങളുണ്ട്. അതിനും പഞ്ചതന്മാത്രകൾ എന്നാണ് പറയുന്നത്. അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതാണ് പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ എന്ന് പറയുന്നത്. ശബ്ദം ആകാശം എന്നതിൻ്റെ സൂക്ഷ്മരൂപമാണ്. സ്പർശം വായു എന്നുള്ളതിൻ്റെ സൂക്ഷ്മരൂപമാണ്. രൂപം അഗ്നി എന്നുള്ളതിൻ്റെ സൂക്ഷ്മരൂപമാണ്. രസം എന്ന് പറയുന്നത് ജലത്തിൻ്റെ സൂക്ഷ്മരൂപമാണ്. ഗന്ധം എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്ന പഞ്ചഭൂതത്തിൻ്റെ സൂക്ഷ്മരൂപമാണ്, തന്മാത്രകളാണ്. അതാണ് പഞ്ചതന്മാത്രകൾ. അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളുടെ
തന്മാത്രകളാണ് കേൾവി, സ്പർശം, കാഴ്ച, രുചി, ഘ്രാണം, മണം അറിയാനുള്ള കഴിവ്. ഇവയൊക്കെ ആണ് പഞ്ചേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മഭാവങ്ങൾ, അതായത് പഞ്ചതന്മാത്രകൾ. ഇവയുടെയൊക്കെ അനുഭവതലം ഉണ്ടാകുന്നത്, ശബ്ദം നമ്മൾ കേൾക്കുന്നത്, സ്പർശം അറിയുന്നത്, രൂപം കാണുന്നത്, രസം അനുഭവിക്കുന്നത്, സ്വാദറിയുന്നത്, ഗന്ധം അറിയുന്നത്, ഇവയുടെയൊക്കെ അനുഭവതലം എന്ന് പറയുന്നത് മനസ്സാണ്. നമ്മൾ നാക്കിലാണ് രസം അറിയുന്നതെങ്കിൽ പക്ഷേ അതിൻ്റെ യഥാർത്ഥ അറിവ് നടക്കുന്നത് മനസ്സിലാണ്. അപ്പോൾ അതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന ആ മനസ്സിൻ്റെ ഇരിപ്പിടമാണ് മനോമയ കോശം എന്ന് പറയുന്നത്. നാലാമത്തേതാണ് വിജ്ഞാനമയ കോശം. ബുദ്ധി, അറിവ്, അത് ഈ ജന്മത്തിൽ മാത്രമല്ല, മുൻ ജന്മത്തിൽ നേടിയ അറിവ് ഉൾപ്പെടെയുള്ള അറിവുകൾ, ഓർമ്മശക്തി, അഹംബോധം. അഹംബോധം എന്ന് വെച്ചാൽ ഞാനെന്ന ഒരു ഉണ്മയെക്കുറിച്ചുള്ള ബോധം, ഞാനെന്നുള്ള ഒരു സ്വത്വം അതുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത, അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധം, ഇതെല്ലാം ചേർന്നതാണ് വിജ്ഞാനമയ കോശം. അതായത് ബുദ്ധി, അറിവ്, ഓർമ്മശക്തി, അഹംബോധം ഇവയെല്ലാം ചേർന്നതാണ് വിജ്ഞാനമയ കോശം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഭൗതിക ശരീരം അത് അന്നമയ കോശം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാണമയ കോശം, മൂന്നാമത്തെ മനോമയ കോശം, നാലാമത്തെ വിജ്ഞാനമയ കോശം. ഈ പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും ചേർന്നതിനെ സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കും. അതായത് നമ്മുടെ പ്രാണനും മനസ്സും ബുദ്ധിയും ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. അന്നമയകോശം പഞ്ചഭൂത നിർമ്മിതമായ ഭൗതിക ശരീരം, പ്രാണനും മനസ്സും ബുദ്ധിയും ചേർന്നത് സൂക്ഷ്മ ശരീരം. അതായത് പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം ഇവ മൂന്നും ചേരുന്നതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് വിവക്ഷിക്കുന്നത്. ഇനി അഞ്ചാമത്തെ കോശം കൂടി ഉണ്ട്, ആനന്ദമയ കോശം. ഇത് നമ്മിലുള്ള ഗുണങ്ങൾ, സദ്ഗുണങ്ങളുണ്ടാകാം, ദുർഗുണങ്ങളുണ്ടാകാം. എല്ലാ മനുഷ്യരിലും നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളുമുണ്ട്. അപ്പം നമ്മിലുള്ള ഗുണങ്ങൾ സാത്വികം, രാജസികം, താമസികം, ഇങ്ങനെ 3 ഗുണങ്ങളുള്ളത്. സത്വഗുണം, രജോ ഗുണം, താമസികമായിട്ടുള്ള ഗുണം, തമോ ഗുണം. അപ്പോൾ ഈ ഗുണങ്ങളുടെ എല്ലാം ഏറ്റക്കുറവനുസരിച്ചാണ് നമ്മുടെ സ്വഭാവമൊക്കെ നിശ്ചയിക്കപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ, നമ്മളിലുള്ള ഗുണങ്ങൾ, വാസനകൾ എന്ന് പറഞ്ഞാൽ ജന്മാന്തരങ്ങളിലൂടെ നമ്മൾ ആർജിച്ച നമ്മുടെ ശീലങ്ങൾ, സ്വഭാവങ്ങൾ, അത് ഈ ജന്മത്തിൽ മാത്രമാകുന്നില്ല, കഴിഞ്ഞു പോയ ജന്മങ്ങളിലൂടെ എല്ലാം ആർജിച്ച ആ വാസനകൾ, കർമ്മഫലങ്ങൾ, ഓരോ ജന്മത്തിലും ചെയ്ത കർമ്മങ്ങളുടെ അനുഭവിച്ച് തീരാത്ത ആ ഫലങ്ങൾ, പാപപുണ്യങ്ങൾ എന്നൊക്കെ പറയാം. ആ കർമ്മഫലങ്ങൾ ഇവയുടെ എല്ലാം ഒരു സഞ്ചയമാണ് ആനന്ദമയ കോശം എന്ന് പറയുന്ന ഭാഗം. ഈ ആനന്ദമയ കോശത്തിലാണ് നമ്മൾ അനുഭൂതികളുണ്ടാകുന്നത്. നമ്മൾ ആനന്ദം, അതുപോലെ ഇന്ദ്രിയ അനുഭൂതികൾ, ആ പരമമായ ആ ഒരു സംതൃപ്തി, സുഖം എന്നൊക്കെ പറയുന്ന അനുഭൂതികൾ അനുഭവപ്പെടുന്നത് ഈ ആനന്ദമയ കോശത്തിലാണ്. അതുപോലെ തന്നെ ആ തത്വമസി ഭാവം നമ്മൾ അനുഭവിക്കുന്നത് ആനന്ദമയ കോശത്തിലാണ്. അതായത് ഉന്നതമായ ആത്മീയ തലം ആണ് ആനന്ദമയ കോശം. ഈശ്വരനും താനും ഒന്നാണ് എന്നൊക്കെയുള്ള ആ തത്വമസി എന്നുള്ള ഒരു ഭാവത്തിലേക്കൊക്കെ എത്തുമ്പോഴുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, അനുഭൂതികൾ ഉണ്ടാകുന്നത് ഈ ആനന്ദമയ കോശത്തിലാണ്. അപ്പോൾ നമ്മുടെ ഗുണങ്ങൾ, കർമ്മഫലങ്ങൾ, വാസനകൾ ഇവയുടെ എല്ലാം സഞ്ചയമാണ് ആനന്ദമയ കോശം. ഈ ആനന്ദമയ കോശത്തെ കാരണശരീരം എന്നും കൂടി വിളിക്കുന്നു. അതായത് ജന്മത്തിന് കാരണമായ ഘടകങ്ങൾ, കർമ്മഫലങ്ങളും സ്വഭാവങ്ങളും ഗുണങ്ങളുമെല്ലാം ആണ് നമ്മുടെ ഓരോ ജന്മങ്ങൾക്കും കാരണം. ആ ജന്മങ്ങൾക്ക് കാരണമായ ഘടകങ്ങളടങ്ങിയ ശരീരമായതുകൊണ്ട് അതിനെ ആനന്ദമയ കോശത്തിനെ കാരണശരീരം എന്ന് വിളിക്കുന്നു. അങ്ങനെ 5 കോശങ്ങൾ: അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഇങ്ങനെ 5 പാളികൾ.
5 കോശങ്ങൾ. ഈ 5 കോശങ്ങൾക്കും ഉള്ളിലായിട്ടാണ്, ആനന്ദമയ കോശത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ജീവചൈതന്യം അഥവാ ആത്മാവ് കുടികൊള്ളുന്നത്. ഈ ചൈതന്യമാണ് യഥാർത്ഥത്തിലുള്ള ഉണ്മ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈ ഉണ്മ, സത്ത്, ആത്മാവ്. ആ ആത്മാവാണ് യഥാർത്ഥത്തിൽ നമ്മൾ. ഞാൻ എന്ന് പറയുമ്പോൾ ഈ ആത്മാവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരത്തെ അല്ല. അപ്പോൾ ഈ യഥാർത്ഥ ഞാൻ, ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് ഈ 5 കോശങ്ങളുടെയും മധ്യത്തിലാണ് എന്നാണ് സങ്കല്പം. ശരീരം പഞ്ചകോശ നിർമ്മിതമാണ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അതിന് 3 ഭാവങ്ങളുണ്ടെന്ന് പറഞ്ഞു: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഈ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ആത്മചൈതന്യമാണ് നമ്മുടെ യഥാർത്ഥ സ്വത്വം, അതായത് ഞാൻ എന്ന ഉണ്മ. അതാകട്ടെ പരമാത്മ ചൈതന്യത്തിൻ്റെ, അതായത് ഈശ്വരൻ്റെ അംശമാണ് ആത്മാവ്. ആ അംശമാണ്, ആ ചൈതന്യമാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ. എൻ്റെ ദേഹം, എൻ്റെ പ്രാണൻ, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ഗുണങ്ങൾ ഇവയൊക്കെ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇവയൊന്നുമല്ല ഞാൻ. അപ്പം ഇവയെല്ലാം ഞാൻ എന്ന ഉണ്മയുടെ ശരീര ഘടകങ്ങൾ മാത്രമാണ്. ആ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ശുദ്ധ ചൈതന്യമാണ്, സച്ചിത് ആനന്ദസ്വരൂപമാണ് യഥാർത്ഥ ഞാൻ. ആ എനിക്ക് അഥവാ ജീവാത്മാവിന് പ്രവർത്തിക്കുവാനുള്ള ഉപാധി അഥവാ ഉപകരണം മാത്രമാണ് ഈ പഞ്ചകോശ നിർമ്മിതമായ ശരീരം. ഈ ഉപകരണത്തെ, അതിൻ്റെ ഘടകങ്ങളായ പഞ്ചകോശങ്ങളെ ശുദ്ധീകരിച്ച് ശക്തമാക്കി പ്രവർത്തനക്ഷമമാക്കി വയ്ക്കുന്നതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭൗതിക ശരീരത്തെ മാത്രമല്ല, ഈ ശരീരത്തിൻ്റെ മറ്റ് ഘടകങ്ങളെയും, പ്രാണനുകൾ, മനസ്സ്, ബുദ്ധി, നമ്മുടെ ഗുണങ്ങൾ, ഇതിനെയെല്ലാം ആരോഗ്യത്തോടുകൂടി വച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം പൂർണ്ണ ആരോഗ്യം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആരോഗ്യകരമായ ഒരു ജീവിതം നയിച്ചെങ്കിലേ മാനവജന്മത്തിൻ്റെ ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുവാനും കഴിയുകയുള്ളൂ. ഈ പഞ്ചകോശങ്ങളെയും ശുദ്ധമാക്കി വയ്ക്കുന്നവനാണ് ആരോഗ്യവാൻ. ഈ മരണവേളയിൽ പഞ്ചഭൂത നിർമ്മിതമായ സ്ഥൂല ശരീരം, അതായത് അന്നമയ കോശം മാത്രമാണ് ഉപേക്ഷിക്കപ്പെടുന്നത്. സൂക്ഷ്മ ശരീരവും കാരണശരീരവും, അതായത് മനസ്സും പ്രാണനും ബുദ്ധിയും ചേർന്ന സൂക്ഷ്മശരീരവും ഗുണങ്ങളും കർമ്മഫലങ്ങളൊക്കെ ചേർന്ന കാരണശരീരവും ആത്മാവിനോടൊപ്പം സഞ്ചരിക്കും, വീണ്ടും പോകും. ഭൗതിക ശരീരം മാത്രമാണ് ഉപേക്ഷിക്കപ്പെടുന്നത്. പിന്നീട് ആർജിതമായ കർമ്മഫലങ്ങളുടെയും, ജന്മാന്തരങ്ങളിലൂടെ ആർജിതമായ കർമ്മഫലങ്ങളുടെയും വാസനകളുടെയും ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അനുയോജ്യമായ പുതിയ ഒരു ശരീരം ഈ ആത്മാവ് സ്വീകരിക്കുന്നു. പിന്നെ ആ ശരീരത്തിലാണ് യാത്ര. അങ്ങനെ ഈ യാത്ര തുടരുകയാണ് ആത്മാവിൻ്റെ. ഈ യാത്രയ്ക്കാണ് സംസാര ചക്രം എന്ന് പറയുന്നത്. ഒരു ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മം, അത് കഴിഞ്ഞ് അടുത്ത ജന്മം, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ജന്മാന്തരങ്ങളിലൂടെ കടന്നുപോയി ഗുണങ്ങളും പുണ്യപാപങ്ങളും കർമ്മബന്ധങ്ങളും എല്ലാം തീർന്നു കഴിയുമ്പോൾ ജീവാത്മാവ് സ്ഥൂല സൂക്ഷ്മ കാരണശരീരങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുക്തിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ കോശങ്ങളുണ്ടല്ലോ, ഈ കോശങ്ങളെയൊക്കെ നമുക്ക് ഓരോ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫോൾഡറുകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബാഗുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫോൾഡറിൻ്റെ ഉള്ളിൽ ഫയലുകളുള്ളതുപോലെ, ബാഗിനുള്ളിൽ ഓരോ വസ്തുക്കളുള്ളതുപോലെ ഈ ഓരോ കോശത്തിൻ്റെ ഉള്ളിലും ഓരോരോ ഘടകങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പുണ്യപാപങ്ങൾ, ഗുണങ്ങൾ, മനസ്സിലുള്ള ബുദ്ധി, ചിന്തകൾ, ഇതെല്ലാം എംപ്റ്റി ആയിത്തീരും, ഇതെല്ലാം ശൂന്യമായിത്തീരും, ഫയലുകളൊന്നുമില്ലാത്ത ബാഗുകളായിത്തീരും ഈ ഓരോ കോശവും. അതാണ് കർമ്മബന്ധങ്ങളെല്ലാം അറ്റുകഴിയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കാലിയായ ഈ സ്ഥൂല സൂക്ഷ്മ
കാരണ ശരീരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവാത്മാവ് മുക്തിയെ പ്രാപിക്കും. അങ്ങനെ മുക്തനായ ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഭാഗമായിത്തീരും, പരമാത്മാവിൽ ലയിക്കുന്നു. അതിനാണ് നമ്മൾ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഗുരുപരമ്പരകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എത്രമാത്രം ശാസ്ത്രീയമാണ് നമ്മുടെ ഈ അറിവുകളെന്ന് നമ്മൾ ചിന്തിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.